പാഠമാണ്. കമിതാക്കളാകാൻ ഒരു മടിയുമില്ലാത്തതാകുന്ന സഹോദര സഹോദരിമാരെ, പഠിക്കാൻ വേണ്ടി പോകുന്നത് തന്നെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണാനാണ് എന്ന പേരിൽ പഠിക്കാൻ തന്നെ പോകുന്നത് തന്നെ തന്റെ പ്രിയപ്പെട്ട കാമുകിയെ ഒന്ന് കാണാനാണ്, അവളുമായി ഒന്ന് പാർക്കിൽ പോകാനാണ്, അവളുമായി സൊല്ലാനാണ്, അവളുമായി വർത്തമാനം പറയാനാണ്, അവളുമായി ലിപ്ലോക്ക് ഇട്ടുകൊണ്ട് ഏതെങ്കിലും കടപ്പുറത്ത് ഏതെങ്കിലും വള്ളത്തിന്റെ മറവിലിരുന്നു കൊണ്ട് ചുംബനം കൊടുക്കാനാണ്. ഒരു സീനുണ്ടാക്കാൻ പൊന്നുമോളെ നീ ശ്രമിക്കരുതേ, ശ്രമിക്കരുതേ. നാളെ ആഖിറത്തിൽ നിനക്ക് മാരകമായ ശിക്ഷയാണ്. നരകത്തിൽ വെച്ചുകൊണ്ട് ചൂടാക്കപ്പെട്ടതായ ചൂടുള്ള കത്രി കൊണ്ട് രണ്ടുപേരുടെയും ചുണ്ടുകളെ, രണ്ട് ചുണ്ടുകളെയും സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ ചുണ്ടുകൾ മുറിച്ച് മാറ്റമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ ചുംബിച്ച് കളിച്ചവരല്ലയോ, ചുംബന സമരം തീർത്തവരല്ലയോ, അന്യ പെണ്ണുമായി ചുംബനം തീർത്തവരല്ലയോ, പാർക്കിൽ പോയവരല്ലയോ, മാളിൽ പോയവരല്ലയോ, രഹസ്യമായി റൂമെടുത്തുകൊണ്ട് അധിവസിച്ചവരല്ലയോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശിക്ഷയെ രുചിക്കുക, രുചിക്കുക. തീർന്നില്ല. അന്യ പെണ്ണുമായി നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തശ്ഹദു അളുമു ഫഖ്ദിഹിൽ യുസ്റാ, നിന്റെ ഇടതുകാലിന്റെ തുടയല് അള്ളാന്റെ ദർബാറിൽ നിനക്കെതിരായി സാക്ഷി നിൽക്കുമേ. അള്ളാഹുവേ, ഇന്നാലിന്ന മനുഷ്യനുമായി ഇന്നാലിന്ന സ്ത്രീയുമായി ഇവൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലാ, ഞാൻ സാക്ഷിയാണ് അല്ലാ. ആരും അറിയാതെ രഹസ്യമായി നീ വീഴ്ച നടത്തിയവളാണ്. ഭർത്താവ് അറിഞ്ഞിട്ടില്ല, സഹോദരൻ അറിഞ്ഞിട്ടില്ല, കൂട്ടുകാരറിഞ്ഞിട്ടില്ല, ബന്ധുമിത്രാദികൾ അറിഞ്ഞിട്ടില്ല. ആരും അറിയാതെ രഹസ്യമായി നീ വീഴ്ച നടത്തിയവനാണ്. റൂം എടുത്തുകൊണ്ട് വ്യഭിചാരശാലകളെ തേടി പിടിച്ചുകൊണ്ട് റസീറ്റിൽ പോയിട്ട് നീ നടത്തിയതാണ്. ആരും അറിയാതെ പണമിടപാട് നീ നടത്തിക്കൊണ്ട് ചെയ്തതാണ്. എന്നാൽ എല്ലാം അറിയുന്ന പടച്ചറപ്പില്ലയോ, ഏറ്റവും വലിയ തമ്പുരാൻ, ലോകത്തിന്റെ ഏറ്റവും വലിയ ക്യാമറ അല്ലാഹുവല്ലയോ, പടച്ചറപ്പല്ലയോ, ആ പടച്ച തമ്പുരാൻ കാണുന്നുണ്ട് എന്ന് നീ അറിഞ്ഞില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നാളെ നിന്നെ കൊണ്ടുവരുന്ന രംഗം രണ്ട് കൈകളും പെരടിയിലേക്ക് വെച്ച് കെട്ടപ്പെട്ട നിലയിലാണ്. ചുംബനം നടത്തിയതിന്റെ പേരിൽ നിന്റെ ചുണ്ടുകളെ മുറിച്ചു മാറ്റപ്പെട്ട നിലയിലാ. നിന്നെ വ്യഭിചാരിച്ചിട്ടുണ്ട് എങ്കിൽ, വ്യഭിചാരം നടത്തിയിട്ടുണ്ട് എങ്കിൽ നിന്റെ ഇടതുകാലിന്റെ തുടയല് അല്ലാഹുവിനോട് നിനക്കെതിരായി സാക്ഷി പറയുമേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.